എന്താ പ്രശ്നം? അറിയില്ല, അങ്ങോട്ട് പോയി നോക്കാം. എന്താ 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 അറിയില്ലെന്ന്. നിങ്ങളുടെ അല്ലേ മാറിക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടെ എങ്ങോട്ട് പോയിരിക്കുന്നുണ്ട്? മാറിക്കോ. സുധീർ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് പ്രാക്ടിക്കൽ അല്ല. അല്ല സർ, നമ്മൾ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അവര് സമ്മതിക്കുന്നില്ല. എന്താ സുധീർ ഇത്? പുഷ്പം പോലെ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ഒതുക്കി തീർത്തിട്ടുള്ളതല്ലേ? ഇതിപ്പോ ഈ ഗ്രാമവാസി ഈ പ്രോജക്റ്റിൽ ഇടങ്കോലിടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എന്താ മെമ്പറെ, കാശ് മേടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ വീരവാദങ്ങളൊക്കെ അങ്ങ് മറന്നുപോയോ? അത് പിന്നെ ആ ചെക്കൻ കുഴപ്പമില്ല, പക്ഷേ അവന്റെ അച്ഛനും അമ്മാവനും കുഴപ്പക്കാരാ. അതിനാ സ്ഥലവും വീടും അയാളുടെ മൂത്ത മോള് കേസ് പറഞ്ഞ് പിടിച്ചെടുത്തില്ലേ, പിന്നെ അയാളെ നമ്മൾ എന്തിനു താങ്ങണം? അതുമല്ല, മാധവന്റെ മരുമകൻ എന്റെ സ്വന്തം ആളാ, അവൻ കച്ചവടത്തിന് തയ്യാറാ. കേസ് ജയിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ കോടതി ഒഴിഞ്ഞു പോകാൻ 3 മാസത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞേ അവരവിടുന്ന് മാറും. അതുമല്ല, അവരവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വേറെ സ്ഥലവുമില്ല. ആകെപ്പാടെയുള്ള സ്ഥലം ലൂയിസ് മുതലാളി മനസ്സ് വെച്ചാൽ മാത്രമേ അവർക്ക് ഉപയോഗിക്കാനും പറ്റൂ. അതെന്താ? ആ പറമ്പിലേക്ക് വേറെ വഴിയില്ല. നടന്നു പോകാനുള്ള വഴിയെങ്കിലും കിട്ടിയ ഒരു ചെറ്റക്കുടിലെങ്കിലും കെട്ടി അവിടെ താമസിക്കാമെന്ന മാധവൻ പറയുന്നത്. പക്ഷേ അതിനും ലൂയിസ് മുതലാളിക്ക് അനിയണം. മിസ്റ്റർ ലൂയിസ്, താങ്കൾ അല്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഈ പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം താങ്കൾക്ക് തന്നെയാണ്. അങ്ങനെ മാധവന് മുന്നിൽ തോറ്റിട്ടുള്ള ഒരു ഗുണവും ഈ ലൂയിസിന് വേണ്ട. ഈ സ്ഥലത്തിന്റെ വഴിപ്രശ്നം കാരണം എനിക്കെന്റെ അനിയനെ നഷ്ടമായി. 3 കൊല്ല ഞാൻ ജയിലിൽ കിടന്നത്. മാധവന്റെ നാശം അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. അല്ല സാർ, ഈ പ്രോജക്റ്റ് ഇങ്ങനെ നീണ്ടുപോയ സാറിന് തന്നെ ഒരുപാട് തുക നഷ്ടമാണ്. എടോ, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വിൽക്കേണ്ടി വന്നാലും ഈ ലൂയിസിനെ അതൊക്കെ മലര്. മാധവനെയും കുടുംബത്തെയും ഈ നാട്ടിൽ നിന്ന് നാട് കടത്തണം. അത് കണ്ടിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടെ മരിക്കാൻ. അതുവരെ എന്ത് നഷ്ടമുണ്ടായാലും ഞാൻ സഹിച്ചോളാം. അല്ല, ഈ ലൂയിസും മാധവനും തമ്മിൽ എന്താ പ്രശ്നം? അത് വലിയൊരു കഥയാ സാറേ. ഈ മാധവന് ശ്രീധരൻ കിട്ടിയ കുറച്ച് വസ്തുവുണ്ട്, അതിന്റെ വഴിയുടെ പേരിൽ തുടങ്ങിയ തമ്മിലടിയാ. ഈ ലൂയിസ് മുതലാളിയുടെ അനിയൻ ചാക്കോ ഒരു വിളഞ്ഞ വിത്തായിരുന്നു സാറേ. ഈ പറഞ്ഞ വസ്തു തർക്കത്തിന്റെ പേരിൽ ഒരു ദിവസം മാധവന്റെ ഭാര്യയെ ചാക്കോ അതിക്രൂരമായി അടിച്ചു കൊന്നു. അങ്ങനെ ചാക്കോ ജയിലിലായി. ഗൂഢാലോചന കുറ്റത്തിന് ലൂയിസ് മുതലാളിയും 3 കൊല്ലം അഴിയുന്നു. നാണക്കേട് സഹിക്കാനാവാതെ ചാക്കോ ജയിലിൽ തന്നെ അങ്ങ് തൂങ്ങി. അതിനു പിന്നാലെ ലൂയിസിന്റെ ആദ്യ ഭാര്യ പെട്ടി തൂക്കി അങ്ങ് പോവുകയും ചെയ്തു. അതോടെ ലൂയിസ് മുതലാളിയുടെ വൈരാഗ്യം അങ്ങ് കൂടി. അപ്പൊ ഒന്ന് വീട്ടിൽ കണ്ടതോ? അത് പുള്ളി വീണ്ടും കെട്ടിയതല്ലേ, ഇപ്പൊ ഇത്തിരി ഒതുങ്ങിയിരിക്കുക. പക്ഷേ പക മാറിയിട്ടില്ല. ആ മാധവന്റെ മകന്റെ എത്ര കല്യാണങ്ങൾ മുടക്കിയെന്നറിയാമോ? ആ മാധവൻ ആളെങ്ങനെയാ? തനിക്കൂതറയാ സാറേ. എങ്കിലും അയാളുടെ ആളിയൻ ഭൂലോക തറയല്ലേ.
വെള്ളമടിക്കാത്തപ്പോ മാത്രമേ ഉള്ളൂ. വെള്ളം അടിച്ചാലോ? കുന്നാം തോട്ടിലെ പുലിക്കുട്ടികളും നരസിംഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ വടംവലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാത്ത പോരാട്ടം. ഹുസാർക്ക് മുന്തിരിക്ക, ഹുസാർക്ക് നാരങ്ങ, പൊരിഞ്ഞ വലി. ഇതിന്റെ അപ്പുറമുള്ള വലി സ്വപ്നങ്ങളിൽ മാത്രം. വലിക്കട, ഇളുത്ത് വലിക്കട എന്ന് പറഞ്ഞുകൊണ്ട് നരസിംഹം ക്യാപ്റ്റൻ മാധവൻ ചേട്ടൻ വിട്ടുകൊടുക്കാതെ പുലിക്കുട്ടികളുടെ ക്യാപ്റ്റൻ ഗോപാൽ ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് സംഘടിപ്പിച്ചിരിക്കുന്ന വടംവലിയാണ് നാട്ടുകാരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാശിയേറിയ വടംവലിയിൽ വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഒരു വാഴക്കുല. നരസിംഹങ്ങൾ ജയിച്ചിരിക്കുന്നു. നീ എന്തിനാ അത് കുഴിച്ചിട്ടത്? അത് നിധിയൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാണ് അടിക്കാൻ വേണ്ടി എന്റെ കൂടെ എഴുന്നള്ളി ഇങ്ങ് വന്നത്? അത് കൊതിയായതുണ്ട്. നിധിയെക്കാളും വലുതല്ലേ അളിയാ കൊതി. ആ മതി വാ. ചേടാ ഇതിന് എവിടെ പോയി തപ്പും? വെച്ചടുത്ത് തപ്പും. ഒരു അടയാളമെങ്കിലും വെക്കണ്ടേ അളിയാ? അടയാളം വെക്കാൻ എന്തോന്ന്? ഇത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാ. ആ കൊക്കുമണിയൻ രണ്ടിന് ഇരിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇനി വെള്ളമൊന്നും പറഞ്ഞ് എടുത്തു വെച്ച് കഴിയാൻ തോന്നും. എവിടെ പോയി? ഇവിടെ എവിടെയാണ് എവിടെ പോയി തപ്പും? നോക്കാളിയാ. ഇതാരത്? അതല്ലേ. എടാ നീ എവിടെ കൊണ്ട് വെച്ചെന്നൊന്ന് ഓർത്ത് നോക്ക്. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കണ്ട് പരതോ. പ്രിയമുള്ളവരെ, ദമ്പതിമാർ അവതരിപ്പിക്കുന്ന തിരുവാതിര വേദി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. രണ്ടെണ്ണം അടിക്കാൻ പറ്റോ? പിന്നെയാണ് തിരുവാതിര. എടാ നീ ഒന്ന് എടുത്ത് അടിക്കാം. പറയല്ലേ, ഞാൻ അടിക്കോ? ഞാൻ കുറച്ച് അടിച്ചോളൂ. എന്നിട്ടാ ഞാൻ ഇവിടെ വെച്ചിട്ട് പോയത്. സാധനം എവിടെ? ഞാൻ അതല്ലേ നോക്കുന്നത്. കിടന്ന് ബഹളം വെക്കല്ലേ. ചതിച്ചാ അളിയാ? എന്ത്? നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇത് സുധാകരന്റെ വിളയല്ലേ? സുധാകരന്റെ വിള തന്നെടാ. നീ കാല് മാറ്റ്. അളിയാ അളിയാ, പ്ലാസ്റ്റിക്കിന്റെ ഓരോ ഗുണങ്ങളെ ചവിട്ടി പൊട്ടിച്ചെങ്കിപ്പോ എന്താവുമായിരുന്നു? നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ദമ്പതിമാരുടെ തിരുവാതിര ഇവിടെ ആരംഭിക്കുന്നു. വേഗം വേണം. അടിക്കണമെങ്കിൽ അടിയല്ലേ ഇങ്ങോട്ട്. പോണ വഴിക്ക് അടിക്കാം. പെട്ടെന്ന് പിടിക്കും. ആ കളിയും കാണാം, അടിക്കുകയും ചെയ്യാം. അളിയമ്മ ചാട്. പെണ്ണേറ്റെങ്കിൽ എനിക്കും കൂടെ ഇവിടെ കയറി കളിക്കായിരുന്നു. എന്തായാലും ചോദിച്ചു നോക്കാം. കളിപ്പിക്കണമെങ്കിൽ കളിപ്പിക്കട്ടെ. പെണ്ണുങ്ങളെല്ലാം സുന്ദരിമാർ. അവൻ്റെയൊക്കെ മുഖം നോക്കാൻ ഒരു വർക്കത്തും ഇല്ല. കയ്യുന്ന നേരെ കളിയടാ. ഇത് എന്തോന്ന് കാണിക്കുന്ന ഏതാ മുറ്റ ഇങ്ങനെ കണ്ടായ ഒരു പുണ്ണാക്ക് പറഞ്ഞൂടാ. അയ്യോ കൈക്ക് നോവും. ഇവനെയൊക്കെ എന്ത് ചേച്ചി മരിക്കല്ലേ എവിടെ കളിച്ചിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. അമ്മവനാണെന്നും ഞാൻ നോക്കൂല. മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട് ദൈവമേ എത്ര എണ്ണത്തിനെ കൊണ്ടുപോകുന്നു. അതാ തടിയ മുദ്ര തെറ്റിച്ചോണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്നിനും ഇടപെടൂലായിരുന്നു. വെറുതെ തന്നെ വെള്ളം അടുപ്പിച്ചതാര്? നിന്റെ അച്ഛൻ ഇതായിരിക്കണം. തെണ്ടിത്തരം പറയരുത്. നിന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞോടാ. അതിന് ബോധം വേണ്ടേ? അത് നിനക്ക് എപ്പോഴാ ഉള്ളത്? നിങ്ങൾ എന്റെ കൂടെ ഇല്ലാത്തപ്പോ. എന്തായാലും ഗോപാലേട്ടൻ ചെയ്തത് ശരിയായില്ല. ആ കമ്മിറ്റിക്കാർ മൊത്തം ഭയങ്കര കലിപ്പില്ല. കമ്മറ്റിക്കാര് തെണ്ടികള്. അവനൊക്കെ പൈസ തട്ടിക്കാൻ വേണ്ടി ഓരോ കള്ള പരിപാടികള്. പട്ടികളെ കാണട്ടിയേ. നിങ്ങളുടെ ഈ നശിച്ച കുടി കാരണം മനുഷ്യന് നാണം കെടാനേ സമയമുള്ളൂ. നാട്ടുകാർക്കാർക്കും നിങ്ങളെ ഇഷ്ടമില്ല, അറിയാവോ? അത് ശരിയാ. നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മൊത്തം കുഴപ്പങ്ങളാ. നാട്ടുകാര്, പട്ടികള്. പോവാൻ പറ. ഈ കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾ കണ്ട് ചിരിച്ചോമാര് ഇപ്പോഴാ ലൂയിസിന്റെ കൂടെ ചേർന്ന് നമ്മളെ പുറത്താക്കാനാ പ്ലാൻ.
ദേ ഒരു കാര്യം, ഇനി ആരെങ്കിലും കുടിച്ചോണ്ട് ഈ വീട്ടിൽ വന്ന ആ കാല് ഞാൻ തല്ലി ഓടിക്കും. അവസാനം തന്തേ തല്ലി എന്നുള്ള ചീത്തപ്പേര് വരുത്താതിരുന്നാ കൊള്ളാം. വാടാ. എന്താണ്